Soundcore എന്ന കമ്പനിയുടെ ലൈഫ് നോട്ട് എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഇടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഈ ഇയർഫോൺസ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ട്രൂ വയർലെസ് ഇയർഫോൺ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് അവർ ചെയ്തിരിക്കുന്നത് 40 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈമാണ്. അതായത് കേസ് ഉൾപ്പെടെ നിങ്ങൾക്ക് 40 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടും. പക്ഷേ ഇത് ഞാൻ മേടിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്ലെയിമിനല്ല, ഇവർ പറയുന്നത് കേസ് ഇല്ലാതെ ജസ്റ്റ് ഇയർബഡ്സ് മാത്രം നിങ്ങൾക്ക് 7 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം തരും എന്നുള്ളതുകൊണ്ടാണ്. സോ ബോക്സ് നോക്കുവാണെങ്കിൽ അത് മാത്രമല്ല, നമുക്ക് ക്വാൾകോമിൻ്റെ ആപ്റ്റെക്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ കോൾസിനെല്ലാം 4 മൈക്രോഫോൺസ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 അവർ വരെയും പ്ലേ ബാക്ക് ടൈം കിട്ടും. അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതേപോലെ തന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇനി ബോക്സിൻ്റെ മറ്റേ സൈഡിൽ ഇതേപോലെ തന്നെ ആ ഒരു 4 മൈക്രോഫോണിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നോയ്സ് റിഡക്ഷനും കൂടെ ഉള്ളൊരു മൈക്രോഫോണാണ്. സോ നമ്മളതൊക്കെ ടെസ്റ്റ് ചെയ്യും. ഇനി അതേപോലെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതേപോലെ ഞാൻ പറഞ്ഞത് 7 മണിക്കൂറിൻ്റെ ഒരു പ്ലേ ബാക്ക് ടൈം ഉണ്ട് ഒറ്റ സിംഗിൾ ചാർജിൽ. അതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ കോൾസ് വിത്ത് 4 മൈക്രോഫോൺസ്, നോയ്സ് റിഡക്ഷൻ. കൂടാതെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് ഏകദേശം 6 മില്ലിമീറ്റർ ഉള്ളൂ എങ്കിലും ഇതൊരു ഗ്രാഫീൻ ഡ്രൈവറാണ്. അതുകൊണ്ട് സുപ്പീരിയർ സൗണ്ട് ക്വാളിറ്റി തരും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ നമുക്ക് USB-C ചാർജിങ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്, പെയറിങ്ങും ഈസിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ബോക്സ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഡവ് സോപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഡവ് സോപ്പ് പോലെ ഇരിക്കുന്ന നമ്മുടെ സൗണ്ട് കോറിൻ്റെ കേസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻസ് കാണുന്നുണ്ട്. ഇത് അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ ഡോക്യുമെൻറ്റേഷൻസ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല ലാംഗ്വേജുകളിൽ ഒരേ കാര്യം തന്നെ വീണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇത്രമാത്രം ഡോക്യുമെൻറ്റേഷൻ. ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുന്നത് നമ്മുടെ USB-C ചാർജിങ്ങിൻ്റെ കേബിളാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ളൊരു കേബിളാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇയർ ടിപ്സിൻ്റെ പൂരമാണ്. ഏകദേശം 5 ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു ചെവിക്കും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 5 ഇയർ ടിപ്സ് ഈ ഒരു പാക്കേജിങ്ങിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിസിക്കൽ ഓറിയോ നോക്കുവാണെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു വൈറ്റ് കളർ കേസാണ്. ഇതിൻ്റെ വൈറ്റ് കളർ മാത്രമല്ല ബ്ലാക്ക് കളറും ഉണ്ട്. വൈറ്റ് എടുക്കുവാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അഴുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പറ്റിപ്പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യില്ലെങ്കിൽ അഴുക്കാവുന്നതായിരിക്കും. ഇനി മുകളിൽ സൗണ്ട് കോറിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ LED കാണുന്നുണ്ട്. ഇത് ബേസിക്കലി നമ്മുടെ ഈ ഒരു കേസിൻ്റെ ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് കത്തുന്നതായിരിക്കും. ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു വൈറ്റ് LED ഓഫ് ആവുന്നതായിരിക്കും. ചാർജ് ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഡ് കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചാർജ് ചെയ്യുന്നത് വരെയും ഈ ഒരു റെഡ് കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു അനോയിങ് ആയിട്ട് തോന്നാം, പക്ഷേ അങ്ങനൊരു കാര്യം ഇതിലുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ USB-C കാണുന്നുണ്ട്, USB-C പോർട്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു 2999 റുപ്പീസ് നമുക്ക് USB-C ചാർജിങ് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് സൗണ്ട് കോറിനെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. സൗണ്ട് കോർ ആക്ച്വലി നമ്മുടെ ഒരു ബ്ലോപങ്ക് ജർമ്മനി കമ്പനി പോലെ ഇതൊരു ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ്. ഇവരുടെ സൗണ്ട് പ്രൊഡക്ട്സ് നല്ലതാണ്, പക്ഷേ അണ്ടർ റേറ്റഡ് ആണ്. കാരണം ഈ ഒരു സെയിം പ്രൈസ് പോയിന്റ് നമ്മുടെ റിയൽമിയും അതേപോലെ ബോട്ടും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ അഡ്വർടൈസ് ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ഇവരിതധികം അഡ്വർടൈസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഇനി കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നീറ്റായിട്ട് അവർ 2 ഇയർഫോൺസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ലിഡ് ആണ്. ഓപ്പണിംഗ് എക്സ്പീരിയൻസും ആ ഒരു ക്ലോസിംഗ് എക്സ്പീരിയൻസും നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ വല്ലാണ്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയ്യോടെ പോരും. കാരണം വളരെ ഡെലിക്കേറ്റ് ആയിട്ടാണ് ഇവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് ബിൽഡ് ക്വാളിറ്റി കുറവ് എന്നല്ല, എന്നാലും നിങ്ങൾ കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു കെയർഫുൾനെസ് നല്ലതാണ്. ഇനി ഇയർ ടിപ്സ് ഇതിൽ മാഗ്നറ്റിക്കലി അറ്റാച്ച്ഡ് ആണ്. ഇത് നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം നമ്മുടെ എയർപോഡ്സ് പ്രോ ആയിട്ടൊരു സിമിലാരിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഫുൾ ഡിസൈൻ അങ്ങനെയല്ല. ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്കൊരു ചെറിയ ഡോട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതാണ് ടോപ്പിലെ മൈക്രോഫോൺ. അതേപോലെ ഏറ്റവും താഴെയും ഒരു മൈക്രോഫോൺ ഉണ്ട്. ഇനി ഈ സൈഡിൽ സൗണ്ട് കോർ എന്നൊരു ബ്രാൻഡിങ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് താഴെ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ LED കൊടുത്തിട്ടുണ്ട്. അത് പെയറിംഗ് പ്രോസസ്സ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇയർ ബഡ്സ് കാണാൻ പറ്റുന്നുണ്ട്.
അതേപോലെ തന്നെ രണ്ട് ചെറിയൊരു ഗോൾഡൻ കളറിലെ ഒരു പോർട്ടുകളുണ്ട്, അത് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. അതേപോലെ റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റേതിൽ ലെഫ്റ്റും എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇയർഫോൺസ് മേടിക്കുകയാണെങ്കിൽ ഇതിൽ ടച്ച് കൺട്രോൾസ് ലഭ്യമല്ല, ഇതിൽ ബട്ടൺ കൺട്രോൾസ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണാണ്, ക്ലിക്ക് കേൾക്കുന്ന ഒരു ബട്ടണാണ്. ഇനി പെയറിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ കേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ഇയർഫോൺസ് പെയർ ആവുമെങ്കിലും ഇത് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ പെയർ ആവില്ല. കേസ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ രണ്ട് ഇയർഫോൺസ് പുറത്തെടുത്ത് വെക്കുമ്പോഴായിരിക്കും പെയർ ആവുന്നത്. സോ ഫസ്റ്റ് ടൈം പെയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇയർഫോൺസും ജസ്റ്റ് പുറത്തെടുത്ത് വെക്കുക. അതിനുശേഷം സൗണ്ട് കോർ ലൈഫ് നോട്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ സൗണ്ട് കോർ ലൈഫ് നോട്ട് എൽ എന്നും കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു സൗണ്ട് കോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഇയർഫോൺസും പെയർ ആവുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പെയർ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് ഇയർഫോൺസും പുറത്തെടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കണക്ട് ആവുന്നതായിരിക്കും. ഏകദേശം 1-2 സെക്കൻഡിൻ്റെ ഡിലേ, അത് ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും ഉടനെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അതേപോലെ ഡിസ്കണക്ഷൻ്റെ കാര്യമാണെങ്കിൽ തിരിച്ച് നമ്മൾ എപ്പോഴാണോ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ രണ്ട് ഇയർഫോൺസും വെക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും ഡിസ്കണക്ട് ആവുന്നത്. ഏതെങ്കിലും ഒരു ഇയർഫോൺ മാത്രമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മറ്റേ ഇയർഫോൺ കണക്റ്റഡ് ആയിരിക്കും നമ്മുടെ ഫോണായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ ഇയർബഡ്സ് ആയിട്ടും മോണോ ഓഡിയോ ആയിട്ട് നമുക്ക് ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഇയർഫോൺസ് ഞാൻ ചെവിയിൽ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ചെവിയിൽ വെക്കുമ്പോൾ കാണാൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ട്യൂൺ കേൾക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ബാറ്ററി സ്റ്റാറ്റസ് പറയുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ബാറ്ററി ഹൈ എന്നാണ് കേട്ടത്. സോ ഫുൾ ചാർജ് ഏകദേശം 90-95% ഒക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി ഹൈ എന്ന് പറയും. അതേപോലെ ബാറ്ററി മീഡിയം എന്നും ബാറ്ററി ലോ എന്നും പറയുന്നതായിരിക്കും. അപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വെക്കുന്ന ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് അവർക്ക്. അതായത് ഫസ്റ്റ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെവിയിൽ വെക്കണം. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ടിൽറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അവർ പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ്. ഇനി അതേപോലെ തന്നെ ഈ സൈഡിലായാലും നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ഈ രണ്ട് ഇയർഫോൺസും ഫിറ്റ് ആകുമ്പോൾ. ഇത് പുറത്തേക്ക് പ്രൊട്രൂഡിങ് ആയിട്ടൊന്നുമില്ല, കറക്റ്റ് നല്ലൊരു സീലാണ് തരുന്നത് ചെവിക്ക്. അതേപോലെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാനും പറ്റുന്നുണ്ട്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഇയർഫോൺസിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഇയർ ടിപ്സ് അല്ല നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. ഒന്നാമത്തേത് നിങ്ങളുടെ ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്നത് പോലെ തോന്നും, ചിലപ്പോൾ ഊരിപ്പോകും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇയർ ടിപ്സ് അതിന് പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇയർഫോൺസ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പെയർ ചെയ്ത് ചെവിയിൽ വെച്ച് പാട്ട് കേട്ട് നോക്കിയപ്പോൾ എനിക്ക് ബേസ് തീരെ കുറവായിട്ട് ഫീൽ ചെയ്തു. അതിൻ്റെ കാരണം ഇതിൽ ബേസ് ഇല്ലാത്തതുകൊണ്ടല്ല, കറക്റ്റായിട്ടുള്ള ഇയർ ടിപ്സ് വെക്കാത്തതുകൊണ്ടാണ്. കറക്റ്റ് ഇയർ ടിപ്സ് വെച്ച് ഞാൻ സീൽ ചെയ്ത് ചെവിയിൽ വെച്ചപ്പോൾ നല്ല കിടിലം ബേസ് ഈ ഒരു സാധനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം നമ്മുടെ JBLൻ്റെ C100ൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ബേസ് ഈ ഒരു ഇയർഫോൺസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് ചെവിയിൽ ഇരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി സൈഡിലേക്കോ ഈ സൈഡിലേക്കോ ഒക്കെ ചരിയുവാണെങ്കിൽ താഴെ വീഴുമെന്ന് വെച്ചാൽ കറക്റ്റ് ഇയർ ടിപ്സ് ആണ് വെക്കുന്നതെങ്കിൽ താഴെ വീഴില്ല. അപ്പോൾ അതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റീനെ കുറിച്ചാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള വോക്കൽസ് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വോക്കൽസ് ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വോക്കൽസ് കിട്ടുന്നുണ്ട്. അതായത് ട്രിബിൾസ് നല്ലതാണ്, മിഡ്സ് നല്ലതാണ്. ബേസ് എന്ന് പറയുന്നത് കറക്റ്റ് ബേസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഇയർഫോൺസിലെ പോലെ ഒരു ഹയർ ബേസ്, അതൊരു മൂടൽ മഞ്ഞ് പോലത്തെ ആ ഒരു ബേസ് അല്ല, ഇതിൽ ക്ലിയർ ആയിട്ടുള്ള ബേസ് ആണ് കിട്ടുന്നത്. സോ സൗണ്ട് ക്വാളിറ്റിയിൽ ഗ്രാഫീൻ ഡൈവേഴ്സ് എക്സലൻ്റ് ആണ്. ഞാൻ 5 ഔട്ട് ഓഫ് 5 തന്നെ എല്ലാത്തിലും കൊടുക്കുന്നതാണ്. ഇനി നിങ്ങളൊരു ബേസ് ലവറാണ്, അത് നല്ല ബേസുള്ള പാട്ടുകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ മേ ബി വേറെ ഇയർഫോൺസിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ അത്ര വലിയൊരു ബേസ് ഇതിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. ഇതിലുള്ളത് കറക്റ്റായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ്. ഇനി സൗണ്ട് ഡിലേ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആപ്റ്റെക്സ് കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു സൗണ്ടാണ് കിട്ടുന്നത്. സൗണ്ട് ഡിലേ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സൗണ്ട് ഡിലേ അനുഭവപ്പെട്ടില്ല. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ ആ സമയത്ത് നിർത്തി ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മില്ലി സെക്കൻഡ് ഡിലേ അനുഭവപ്പെട്ടു. പക്ഷെ അത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. നോർമൽ യൂസിൽ എനിക്ക് യാതൊരു ഡിലേയും ഇതിന് കിട്ടിയില്ല. അതേപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ ഡിലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാഷ്വൽ, ഞാൻ വലിയൊരു ഗെയിമർ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ കളിക്കുന്ന സമയത്ത് വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഇയർഫോൺസിൽ നമുക്ക് ഗെയിമിംഗ് മോഡ് ഇല്ല. സോ ഗെയിമിംഗ് മോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഗെയിമിംഗ് മോഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോവർ ലേറ്റൻസി ആ ഒരു മോഡിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത് കുറച്ച് ഡിലേ ആയിട്ട് എനിക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗെയിമിംഗ് മോഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ഡിലേ ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ കാഷ്വൽ ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാവുന്നതാണ്. നിങ്ങൾ ഗെയിമിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, ഗെയിമിംഗ് മോഡ് ഇല്ല.
ഇനി അടുത്ത ഇതിൻ്റെ കൺട്രോൾസിനെ കുറിച്ചാണ്. അപ്പോൾ കൺട്രോൾസ് ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്, ബട്ടൺ കൺട്രോൾസ് ആണ്. ഈ ഒരു ബട്ടൺ സിംഗിൾ ടൈം ടാപ്പ് ചെയ്യുമ്പോൾ പ്ലേയും സിംഗിൾ ടൈം ടാപ്പ് ചെയ്യുമ്പോൾ പോസും, അതേപോലെ തന്നെ സിംഗിൾ ടൈം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൾ അക്സെപ്റ്റും പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കോൾ റിജക്റ്റും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നോർമൽ ടൈമിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇൻവോക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഞാനിത് ആപ്പിൾ മ്യൂസിക്കിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ജസ്റ്റ് പ്ലേയും പോസും മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായുള്ളൂ. നെക്സ്റ്റ് സോങ്ങും പ്രീവിയസ് സോങ്ങും പോകുന്നുണ്ടായില്ല. പക്ഷേ സ്പോട്ടിഫൈയിൽ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് നെക്സ്റ്റ് പോകാനായിട്ട് റൈറ്റ് സൈഡ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പോകും. അതേപോലെ ലെഫ്റ്റ് സൈഡ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് സോങ്ങിലേക്ക് പോകുന്നതാണ്. ഇനി വോളിയം കൺട്രോൾസ് ഇതിൽ കിട്ടുന്നില്ല. ഇനി നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിയിലേക്ക് ഇങ്ങനെ അമർന്നു പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെമ്മിൽ ഇങ്ങനെ പിടിച്ചിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീല് കിട്ടുന്നത്. സോ കോൾ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ ഇവർ ബോസ് ചെയ്യുന്ന തന്നെ നല്ലൊരു സുപ്പീരിയർ കോൾ ക്വാളിറ്റി കിട്ടും എന്നുള്ളതാണ്. കാരണം ഇതിൽ 4 മൈക്രോഫോൺ ഉണ്ട്, 2 ഇവിടെ 2 ഇവിടെ. അപ്പോൾ അവർ പറയുന്ന കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൗത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റെമ്മ് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു നോയ്സ് റിഡക്ഷനും കൂടെ കിട്ടാൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കോൾ ക്വാളിറ്റി ഞാനിപ്പോൾ അകത്തിരുന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ റിയൽ എൻവയോൺമെൻറ്റ് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കോൾ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 2 ഇയർഫോൺസിൻ്റെ മൈക്രോഫോണിലൂടെയാണ്. അപ്പോൾ ആക്ച്വലി ഇതിൽ 2 മൈക്രോഫോണും ഇതിൽ 2 മൈക്രോഫോണും ഉണ്ട്. അപ്പോൾ ചുറ്റിന് ചെറിയ രീതിയിൽ കിളികളുടെയും പിന്നെ കുറച്ച് പ്രാണികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വണ്ടികളുടെ ശബ്ദമുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നോയ്സ് ക്യാൻസലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള 2 മൈക്രോഫോൺ യൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഈ ഇയർഫോൺസിൻ്റെ കോൾ ക്വാളിറ്റി വരുന്നത്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ടിവിറ്റിയാണ് കിട്ടുന്നത്. എനിക്കിത് ഒരു പ്രാവശ്യം പോലും ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്ന ആ ഒരു അനുഭവം വന്നിട്ടില്ല. ഇനി റേഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5 വെർഷനാണുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിനകത്താണെങ്കിൽ നിങ്ങൾ ഫോൺ എവിടെ വെച്ച് കഴിഞ്ഞാലും റേഞ്ചിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ വർക്ക് ചെയ്തോളും. അതേപോലെ ഈ റൂമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ അടുത്ത റൂമിലൊക്കെ പോകുവാണെങ്കിൽ അത്യാവശ്യം ഒരു 10 മീറ്റർ ആ ഒരു ദൂരത്തിലൊക്കെ പ്രശ്നമില്ല. പക്ഷേ അത് കഴിഞ്ഞ് പോകുമ്പോൾ വീടിനകത്ത് ചെറിയ രീതിയിലൊന്ന് കട്ടാവുന്നുണ്ട്. അത് ഒരു 10 മീറ്ററിൽ കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ ബേസിക്കലി ഒരു റൂമിൻ്റെ അകത്താണ് 2 റൂമിൻ്റെ അകത്താണെങ്കിൽ പ്രശ്നമില്ല. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും. അതേസമയം ഇപ്പോൾ വീട്ടിൻ്റെ പുറത്ത് ഇപ്പോൾ ടെറസിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ സൈഡിൽ വെച്ചിട്ട് അങ്ങറ്റത്ത് പോയി നിന്നാൽ പോലും യാതൊരു പ്രശ്നമില്ല. അതായത് ഓപ്പൺ എയറിൽ നമുക്ക് നല്ലൊരു റേഞ്ച് കിട്ടുന്നുണ്ട്. വീടിൻ്റെ അകത്താണെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകുമ്പോൾ വളരെയധികം ദൂരം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇയർഫോൺസ് എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിരുന്നൊരു കാര്യം ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. അവർ ക്ലെയിം ചെയ്യുന്നത് 7 മണിക്കൂറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ ഒരു 9 മണിയായപ്പോൾ ഇത് കേസിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ലാപ്ടോപ്പായിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. എന്നിട്ട് നോർമലി എൻ്റെ ഓഫീസ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തു, മീറ്റിങ്സൊക്കെ അറ്റൻഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5:30, അപ്പോൾ 5:30 5:45 ആ ഒരു ടൈമിൽ ഞാൻ ഇത് ചെവിയിൽ വെച്ചിട്ട് ജസ്റ്റ് പാട്ട് പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഏകദേശം ഒരു 20% ബാറ്ററി പിന്നെയും കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഏകദേശം 8 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ജസ്റ്റ് ഇതേപോലെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനും മ്യൂസിക് ലിസൺ ചെയ്യാനും യൂസ് ചെയ്തിട്ട് എനിക്ക് ബാറ്ററി ലൈഫ് വളരെ എക്സെപ്ഷണലായിട്ടാണ് തോന്നിയത്. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടല്ല യൂസ് ചെയ്തത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 hour കോളിലുണ്ടെങ്കിൽ 1 hour കഴിഞ്ഞ് ഞാൻ കേസിനകത്തല്ല ജസ്റ്റ് റിമൂവ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് കണക്റ്റഡ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ പാട്ട് കേൾക്കാൻ റിസ്യൂം ചെയ്തു. അതിനുശേഷം പിന്നെയും വെച്ചു. അപ്പോൾ ബേസിക്കലി ടോട്ടൽ എൻ്റെ ഒരു യൂസ് ഓഡിയോ പ്ലേ ബാക്ക് നോക്കുവാണെങ്കിൽ ഒരു 5 മണിക്കൂറാണ് ഞാൻ മൊത്തം പ്ലേ ബാക്ക് ചെയ്തത്. പക്ഷെ കണക്റ്റഡ് ആയിരുന്നത് ഏകദേശം 8 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് എക്സെപ്ഷനാണ്. കാരണം നമ്മുടെ റിയൽമി ബഡ്സ് നിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സാധനം ഔട്ടാവും. പക്ഷേ ഇത് വളരെ നല്ലൊരു അവർ ക്ലെയിം ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 8010 മില്ലി ആംപിയറിൻ്റെ ഒരു കേസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കേസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഏകദേശം 40 hours അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു കേസിൽ വെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു ഡിസ്കണക്ഷൻ ഫീലേ ആവില്ല. എല്ലാ സമയത്തും നിങ്ങൾ ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് അതിൽ ചാർജ് എന്തായാലും ഉണ്ടാവും. സോ കേസ് ചാർജ് ചെയ്യാൻ ഏകദേശം 1.5 to 2 മണിക്കൂർ വന്നു നമ്മുടെ ഒരു 5 volt 2 ആംപിയറിൻ്റെ ചാർജർ യൂസ് ചെയ്ത്. അതേപോലെ ഇയർഫോൺസ് ചാർജ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്ത് ആ ഒരു കേസിൽ വെച്ചാൽ ഇതിൽ 2 LED കത്തുന്നതായിരിക്കും ചാർജിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1 hour ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവുന്നുണ്ട്. സോ അത് രണ്ടും ഫാസ്റ്റാണ്. ഇനി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് എക്സെപ്ഷണലാണ്.
രണ്ടാമത്തേത് ഓഡിയോ ക്വാളിറ്റി. ഞാനിത് മേടിക്കുമ്പോൾ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് വളരെയധികം ജഡ്ജ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് കിട്ടിയ പിന്നെ ഓഡിയോ ക്വാളിറ്റി എക്സെപ്ഷണലാണ്. അതേപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഇയർ ടിപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യാതൊരു ഡിസ്കംഫർട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ കുറേ നേരം വയ്ക്കുകയാണെങ്കിൽ ഇയർ പെയിൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേര്. അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പെയറിങ്ങും കണക്ടിവിറ്റിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിയാണ്. അതായത് കണക്ടിവിറ്റി ലോസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ പെയറിങ്ങും വളരെ ഫാസ്റ്റ് ആണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് വൺ ബഡ് മാത്രം ഇപ്പോൾ മോണോ ഓഡിയോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അതേപോലെ കോളിൻ്റെ കാര്യത്തിലും വളരെ എക്സെപ്ഷണലാണ്. നല്ല രീതിയിൽ മറ്റേ എൻഡിലുള്ള ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ 4 മൈക്രോഫോൺസ് നല്ല രീതിയിൽ നോയ്സും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വോക്കൽസും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ കോളിംഗ് ആണ് നിങ്ങളുടെ മെയിൻ എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഇയർഫോൺസ് ആയിട്ട് പോകാവുന്നതാണ്. അതേപോലെ ലേറ്റൻസിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ നോർമൽ യൂസിലാണെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാനും ചെറിയ ഗെയിംസ് കളിക്കാനും അല്ലാതെ ഈ ഒരു മൂവീസൊക്കെ കാണാനാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. സിങ്ക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി അതേപോലെ റേഞ്ച് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു റേഞ്ചും ഉണ്ട് ഈ ഒരു ഇയർഫോൺസിൽ. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ 2999 rupees ഇതിൽ ഗെയിമിംഗ് മോഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഗെയിമിംഗ് മോഡ് ലോ ലേറ്റൻസി മോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ. പക്ഷെ അതൊരു നീഡല്ല, പക്ഷെ ഒരു വാണ്ടാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ. അതില്ലെങ്കിലും സാധനം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അതായത് ബ്ലൂടൂത്ത് 5 വേർഷൻ ആണെങ്കിൽ പോലും അറ്റ് എ ടൈം 1 ഡിവൈസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലാപ്ടോപ്പ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഫോൺ ആണെങ്കിൽ ഫോൺ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്യുവൽ പെയറിംഗ് സെറ്റപ്പ് ഇല്ല. സോ അറ്റ് എ ടൈം 1 ഡിവൈസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത കാര്യം, ഈ പ്രൈസ് പോയിന്റിൽ എക്സ്പെക്ട് ചെയ്യാൻ കുറച്ച് കൂടുതലായിരിക്കും എന്നറിയാം. എന്നാലും ബോക്സിൽ ഒരു 7000 rupees എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. പക്ഷേ 2999 rupees ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ വേറെ ഇയർഫോൺസിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ബിൽഡ് വൈസ് ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് മാറ്റ് ഫിനിഷ് ആണ്. വൈറ്റിൽ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡേർട്ട് മാഗ്നറ്റ് പോലെയാണ്. അതായത് ഇതുവരെ എനിക്ക് അത്ര ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ കാലക്രമേണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാർജറിൻ്റെ വയറൊക്കെ ഒരു ഡള്ളാവുന്ന പോലെ ഡള്ളാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കണ്ടറിയാം. ഇനി അടുത്തത് എൻ്റെ കേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡവ് സോപ്പ് പോലെ വലുതാണ്. അപ്പോൾ ജസ്റ്റ് പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാനാണ് പ്ലാനെങ്കിൽ അത് പറ്റില്ല. കുറച്ച് വലുതാണ്, കുറച്ച് ബൾക്കിയാണ്. അപ്പോൾ അതും ചില ആൾക്കാർക്ക് പ്രശ്നമായിട്ട് തോന്നും. ബാഗിലൊക്കെ ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, പോക്കറ്റിലിട്ട് പോകാനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. അതേപോലെ ടച്ച് കൺട്രോൾസ് ഇല്ല. ടച്ച് കൺട്രോൾസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിന്. ക്ലിക്കബിൾ ബട്ടൺസ് ആണ്. സോ ശരിക്കും സ്റ്റെം പിടിച്ച് ക്ലിക്ക് ചെയ്യേണ്ടി വരും. അല്ലാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഇത് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ ഒരു റിവ്യൂ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.